നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ACPയുടെ റിപ്പോർട്ടുണ്ട്. ACP ഈ വീഡിയോ കണ്ടതിന് ശേഷം പൊതുസമൂഹം കണ്ടിട്ടില്ലല്ലോ, നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷെ പോലീസ് കണ്ടിട്ടുണ്ട്. താങ്കൾ ചോദിച്ചതുപോലെ ACP റിപ്പോർട്ട് അത് കണ്ട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ട് പോലും അതാണ് പോലീസിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ്. ആ ഉപജാപക സംഘമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത്. എന്തു വൃത്തികേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളതാണ്. അത് ഇതോടുകൂടി അവസാനിക്കണം. അതോടുകൂടി ഈ മോനായിരിക്കണം അവസാനത്തെ ഇര. ഇനി ഒരു ഇര ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എത്ര വലിയ കൊലപാതകികൾ, ക്രിമിനലുകൾ, ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. അവരോടൊന്നുമില്ല പോലീസിന് ഈ ആറ്റിറ്റ്യൂഡ്. പോലീസ് ഉദ്യോഗസ്ഥരും തൃശൂർ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ എന്താണ് എന്ന് പ്രഖ്യാപിച്ചോട്ടെ. സർക്കാർ ഇതിനകത്ത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ്. നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കാൻ. അവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ആദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല അവരാരും, ഒരു സംശയം വേണ്ട. ടൈം ബൗണ്ട് വെക്കുന്നു. അല്ല, അത് പറഞ്ഞോട്ടെ. അവർക്ക് അതിനുള്ള ഒരു റീസണബിൾ സമയമുണ്ടല്ലോ. ഒരു ഗവൺമെന്റിന് ഒരു കാര്യം ചെയ്യാൻ പരിശോധിച്ചുള്ള റീസണബിൾ സമയമുണ്ടല്ലോ. അത് ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞോളാം. വീട്ടിൽ നിന്ന് ഇറങ്ങൂല അവര്. ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. കാക്കി വേഷം ധരിച്ച് അവർ ജോലി ചെയ്യില്ല, ഒരു കാരണവശാലും ചെയ്യില്ല. ഞങ്ങൾ ജയിലിൽ പോയാലും, ഞങ്ങളല്ല, ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിന്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല.